ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നത്തെ റെസിപ്പി ഞണ്ട് റോസ്റ്റാണ്. വളരെ ഈസിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാവുന്നൊരു ഞണ്ട് റോസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് കുരുമുളക്, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രാബിൻ്റെ ബോഡി പാർട്ടും കാലും, ഞണ്ടിൻ്റെ കാലും ബോഡി പാർട്ടും ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളകും, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഒരു 10 അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ സവാള 2 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തു. പിന്നെ പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത, നന്നായിട്ട് അരയേണ്ട, ഒന്ന് ചതച്ചെടുത്ത് മസാല ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ജീരകം, മല്ലിയില ഇത്രയും സാധനങ്ങളാണ്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി എണ്ണ കുറവുണ്ട്. അപ്പോൾ ചൂട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള സ്ലൈസ് ചെയ്ത് ചേർത്താൽ മതി. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി സവാളയും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പം ഒന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കറിവേപ്പിലയും ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവാണ്. പച്ചമുളകും കുരുമുളകും ചേർത്തിട്ടുള്ളതാണ് കൊണ്ട് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മുളകും മല്ലിയൊക്കെ മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞു വെച്ചതാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. തക്കാളി വെന്തൊടിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം, കൊടംപുളി സോക്ക് ചെയ്തിട്ടുള്ള വെള്ളം 1 ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിയുടെ കുറവുണ്ടെങ്കിൽ നമുക്കിത് ദൂരെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി പുളി കിട്ടും. തക്കാളി മാത്രം ആകുമ്പോൾ അത്ര പുളി കിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് ഇനി ക്രാബും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. ക്രാബ് വേഗം വേകുന്ന ഒരു മീറ്റാണ്. അപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊക്കെ റോസ്റ്റ് റെഡിയാവും. പിന്നെ ബാക്കിയുള്ള വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ മൂടി വെച്ച് വേവിക്കാം. വളരെ ടേസ്റ്റി കറിയാണിത്, റോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു ഡിഷാണ്. ക്രാബിൻ്റെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ക്രാബ് റോസ്റ്റ് റെഡിയായി. പിന്നെ സെർവ് ചെയ്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ക്രാബൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.